ലിനൻ സ്റ്റോർ തിരൂർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലിനൻ സ്റ്റോർ, തെക്കുമുറി, തിരൂർ. താൽക്കാലിക ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിന് മുന്നോട്ടു പോവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ എം.പി. സിപിഐയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടക്കുന്ന മാർച്ചിനായി അനുവദിച്ചിരുന്ന സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐ സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനായി ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സിപിഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തിരൂർ സിറ്റി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കിയതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദവും അനുമതി പിൻവലിക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായതിനാലാണ് റെയിൽവേ വകുപ്പ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ എം.പി. ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാംലീല മൈതാനിയിൽ അതിശക്തമായ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ കൌൺസിൽ യോഗം ചേർന്ന് ഏതാണ്ട് 2 മാസം മുമ്പ് ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ സെപ്റ്റംബർ മാസം 1 ഡൽഹിയിൽ എത്തിച്ചേരാൻ വേണ്ടി 1 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും ബാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഈ സമരത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സഖാക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഗവൺമെന്റ് അനുവദിക്കുന്ന നിയമപരമായ അനുവാദമുള്ള രീതികളിൽ അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ബാലകൃഷ്ണൻ സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ടി.ജെ. രാജേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന കൌൺസിൽ മെമ്പർമാരായ ഷാജിറ മനാഫ്, ഇരുമ്പൻ സൈതലവി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി.ടി. ഷറഫുദ്ദീൻ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ തുളസിദാസ്, പി മേനോൻ, സി.എച്ച്. നൌഷാദ്, എം.എ. അജയകുമാർ, അഷറഫ് അലി കാളിയത്ത്, പി രാജൻ എന്നിവർ നേതൃത്വം നൽകി.